ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സ്കിൻ സാഗിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ സ്കിൻ എന്താണ് നമ്മുടെ സ്കിന്ന് ലൂസ് ആവുന്നതിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സ്കിൻ സാഗിങ് എന്ന് പറഞ്ഞാൽ ഒരു ഏജ് കഴിയുമ്പം എല്ലാവർക്കും സ്കിൻ ലൂസ് ആകും. അത് നമുക്ക് ഒരുപാടൊന്നും മാറ്റാനൊന്നും പറയും. ഇനി എത്ര തന്നെ നമ്മൾ സ്കിന്നിന് ഇനി എന്തെല്ലാം ട്രീറ്റ്മെൻറ്റ് ചെയ്താലും അത് ഒരു പരിധി വരെ അത് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എല്ലാവർക്കും വരുന്നതാണ് സ്കിൻ സാഗ് ചെയ്യുന്നത്, ലൂസ് ആകുന്നതൊക്കെ. പിന്നെ ഒരുപാട് മേക്കപ്പ് കൊണ്ടും അതും ഇതും കൊണ്ടൊക്കെയാണ് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്. ഇപ്പം നമ്മൾ നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് സെലിബ്രിറ്റീസുകളുണ്ട്. അവർക്ക് ഒരുപാട് ഭയങ്കര കാശുകാരായിരിക്കും, പക്ഷേ അവരുടെ ക്ലോസപ്പ് ഷോട്ടിൽ പോലും അവരുടെ സ്കിന്നിൽ ചുളിവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇല്ലെങ്കിൽ അവർ അതെടുക്കുന്ന ബോട്ടോക്സോ ഫില്ലേഴ്സോ ഒക്കെ കൊണ്ട് നമ്മുടെ സ്കിന്നൊന്നും അനങ്ങത്തില്ല, നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പോലും പറ്റില്ല, നന്നായിട്ട് ചിരിക്കാൻ പറ്റത്തില്ല, നന്നായിട്ട് വാതർന്നൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മുടെ സ്കിന്ന് എത്രയായിരുന്നാലും ഒരു ഏജ് കഴിയുമ്പോൾ ചുളിവുകളും തൊടികളും ഒക്കെ വരും. അതൊക്കെ നോർമലാണ്. പിന്നെ അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ബോഡിയിൽ ഇലാസ്റ്റിനും കൊളാജനും ആണ് നമ്മുടെ സ്കിന്നിന് സ്ട്രെങ്ത് തരാനും ഒരു ഷേപ്പ് തരാനും അതിന് ഇലാസ്റ്റിസിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകാനും ഒക്കെ ഉണ്ടാക്കുന്ന രണ്ട് പ്രോട്ടീൻസാണ് ഇലാസ്റ്റിനും കൊളാജനും. ഇലാസ്റ്റിനും കൊളാജനും ഉള്ളത് കൊണ്ടാണ് നമ്മുടെ സ്കിന്ന്, നമ്മളിപ്പോൾ സ്കിന്ന് അതിൻ്റെ പേരിൽ തന്നെയുണ്ട്, ഇലാസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി സ്കിന്നിന് തരുന്നതാണ്. അതായത് സ്കിൻ ഇപ്പം നമ്മൾ ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്മളിപ്പോൾ കവിളിലായിരുന്നാലും കയ്യിലായിരുന്നാലും ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് അത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകുകയാണെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട് എന്നാണ് അർത്ഥം. അതേപോലെ തന്നെ കൊളാജനും സ്ട്രെങ്ത് തരാനും നമ്മുടെ സ്കിന്നിനും ബോൺസിനും ഒക്കെ നമ്മുടെ സ്ട്രെങ്ത് തരാനും ഒരു ഷേപ്പ്, നല്ലൊരു ഷേപ്പ് ഒക്കെ കൊണ്ടുവരാനും ഒക്കെ സഹായിക്കുന്നതാണ് ഈ രണ്ട് പ്രോട്ടീൻസും. അപ്പോൾ ഈ രണ്ട് പ്രോട്ടീൻസും ഉണ്ടാകുന്ന ഫൈബ്രോബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ ഒരു സെല്ലിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. ആ ഫൈബ്രോബ്ലാസ്റ്റ് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ ഈശ്വരൻ എന്തെല്ലാമാണോ ഉണ്ടാക്കി നമുക്ക് തന്നിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ബോഡിയിൽ വേണം. എങ്കിൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നായിരുന്നാലും നമ്മുടെ ആരോഗ്യമായിരുന്നാലും എല്ലാം കൊണ്ടുപോകാൻ പറ്റുന്നത്. അപ്പോൾ ആദ്യത്തെ കാര്യം ഞാൻ പറഞ്ഞു, സ്കിന്ന് ലൂസ് ആകുന്നതോ അല്ലെങ്കിൽ സാഗ് ചെയ്യുന്നതോ ഏജ് കൊണ്ടാണെന്ന്. ഈ ഏജ് കൊണ്ട് വരുന്നതാണ് ഈ ഇലാസ്റ്റിനും കൊളാജിനും ഒക്കെ നഷ്ടപ്പെടുമ്പോഴാണ് ഇത് വരുന്നത്. അത് കുറച്ച് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കുറേശ്ശെ ആയിട്ട് ഒരു ഏജ് കഴിയുമ്പോൾ അതൊട്ടും ഇല്ലാതാകുന്നതാണ്. കുറച്ച് റീസൺസ് ഞാൻ പറഞ്ഞുതരാം. അതിൽ രണ്ടാമത് നിൽക്കുന്നത് സൺ ഡാമേജ് ആണ്. നമ്മൾ ചെറുപ്പകാലത്തിലൊക്കെ നമ്മൾ പഠിക്കാനും കോളേജിൽ പോകാനും അല്ലെങ്കിൽ പണിയെടുക്കാനും അല്ലെങ്കിൽ പണിക്ക് പോകാനും ഒക്കെ നമ്മൾ നമ്മുടെ ദേഹം സൂക്ഷിക്കാതെ അല്ലെങ്കിൽ ആരോഗ്യം സൂക്ഷിക്കാതെ അല്ലെങ്കിൽ സ്കിൻ സൂക്ഷിക്കാതെയൊക്കെ നമ്മൾ ഓടി നടന്ന് പണിയെടുത്ത് നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ട് പോകുമ്പോൾ നമ്മൾ ഇത് ഇല്ലാണ്ടാകും. നമ്മൾ ശ്രദ്ധിക്കത്തില്ല, നമ്മുടെ സ്കിൻ സൂക്ഷിക്കരുത്. ഇന്നുള്ള കുട്ടികളൊക്കെ നന്നായിട്ട് സൂക്ഷിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവർ സൺസ്ക്രീൻ ഇടുന്നതായിട്ട് കാര്യത്തിലായിരുന്നാലും അവർ പിന്നെ വളരെയേറെ കെയർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ പ്രായത്തിലുള്ളവർ ചെറുപ്പത്തിലൊന്നും ഇങ്ങനെ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊക്കെ ചെറുപ്പമായിരുന്നപ്പോഴും അങ്ങനെ ആരും വലിയ കാര്യമായിട്ടൊന്നും സ്കിൻ സൂക്ഷിക്കണമെന്ന് ഞാൻ കോളേജിലോ ഒന്നും കണ്ടിട്ടും ഇല്ല. പിന്നെ മുഖക്കുരു വരെയാണെങ്കിൽ അതിനെല്ലാം മരുന്നൊക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്ന വല്ല മഞ്ഞളോ തൈരോ ഒക്കെ ഇടുന്നതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ. അത് ഇപ്പോൾ ഉള്ള കുട്ടികൾ ചെയ്യും പോലെ ഒന്നും അന്നുള്ള ആരും ചെയ്ത് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പിന്നെ ജെനറ്റിക്സ് ഒരു ഫാക്ടറാണ്. ഇപ്പം ജെനറ്റിക്സിൽ ഇപ്പോൾ അപ്പനും അമ്മയ്ക്കും ഒക്കെ ചിലപ്പോൾ ചെറുപ്പത്തിലെ ലൂസൻ സ്കിന്നാണെങ്കിൽ അവരുടെ മക്കൾക്ക് ചിലപ്പോൾ അത് ഉണ്ടാകാം. അതൊരു റീസണാണ്, വൺ ഓഫ് ദ റീസണാണ്. പിന്നെ വേറൊന്ന് മെഡിക്കേഷൻസ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു പോയി, ഡോക്ടർ പറയുന്ന മെഡിസിൻസ് കഴിച്ചല്ലേ നമുക്ക് തീരുള്ളൂ. അപ്പം അങ്ങനെയുള്ളവരിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റൂല. അങ്ങനെയുള്ളവരുടെ സ്കിന്ന് ലൂസ് ആവുന്നത് കണ്ടിട്ടുണ്ട്, സാഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. വേറൊരു കാര്യം, നല്ല ഫുഡ് കഴിക്കാതിരിക്കുക, അതായത് ആരോഗ്യം നമുക്ക് തരുന്ന ഫുഡ് കഴിക്കാതിരിക്കുക. പിന്നെ അതായത് ന്യൂട്രീഷണൽ വാല്യൂ ഉള്ള ഫുഡ് കഴിക്കാതിരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെയുള്ളവരിലും ഇത് കണ്ടുവരുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ വെയിറ്റ് റെഡ്യൂസ് ചെയ്യുക. നല്ല വണ്ണമൊക്കെ ഉള്ളവർ പെട്ടെന്ന് അങ്ങ് വണ്ണം കുറയുകയാണെങ്കിൽ അവരുടെ സ്കിൻ ഒരുപാട് ലൂസാവും, അവരുടെ സ്കിൻ ഒരുപാട് സാഗ് ചെയ്യും. അങ്ങനെ അത് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഹോർമോണൽ ചേഞ്ചസ് വരിക. ഈ ഹോർമോണൽ ചേഞ്ചസ് ചെറുപ്പത്തിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസിലല്ല, പ്രായമാകുമ്പോൾ മെനോപോസിൽ വരുന്ന ഹോർമോണൽ ചേഞ്ചസിലാണ് ഇലാസ്റ്റിനും കൊളാജിനും കുറെ കൂടെ കുറയുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ നമ്മൾ സ്കിന്ന് വളരെയേറെ സൂക്ഷിക്കണം. സ്കിന്നെന്നല്ല, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ഹെൽത്ത് വളരെയേറെ സൂക്ഷിക്കുക. നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുന്നത് കൊണ്ട് നമ്മുടെ സ്കിന്നും ഓട്ടോമാറ്റിക്കലി സൂക്ഷിക്കപ്പെടും. അങ്ങനെയാണല്ലോ. അല്ല, സ്കിന്നിന് വേണ്ടി മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ
ഓരോന്ന് ചെയ്യുന്നത്, അതായത് ആഹാരം കഴിക്കുന്നത്, നമ്മൾ നല്ല ഫുഡ് കഴിക്കുന്നതെല്ലാം നമ്മുടെ സ്കിന്നിനും അത് അതിൻ്റെ റിഫ്ലക്ഷൻ നമ്മുടെ സ്കിന്നിലും കാണാം. അപ്പം എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളതാണ്. അതായത് നമ്മൾ ഏറ്റവും മുൻഗണന കൊടുക്കാനുള്ള ആഹാരത്തിലാണ്. ആഹാരത്തിൽ മുൻഗണന കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു പരിധിവരെ നമ്മുടെ ആരോഗ്യവും നമ്മുടെ സ്കിന്നും നമ്മുടെ സൗന്ദര്യവും ഒക്കെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. ആഹാരം എന്ന് പറയുന്നത് ഞാൻ പറയണത് ഇപ്പം ഭയങ്കര വിലയുള്ള ആഹാരങ്ങൾ പൈസ ഇല്ലെങ്കിലും കടം മേടിച്ച് വാങ്ങിച്ച് കഴിക്കണമെന്ന് അങ്ങനെയൊന്നും അല്ല. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഇതിപ്പം നോൺ വെജ് ആൾക്കാരാണ് കാണുന്നതെങ്കിൽ ഇപ്പം നോൺ വെജ് ഫുഡുകളിലാണെന്ന് വെച്ചാൽ എല്ല് സൂപ്പിലാണ് ഏറ്റവും കൂടുതൽ കൊളാജൻ അടങ്ങിയിരിക്കുന്നത്. എല്ല് സൂപ്പിലാണ്. അപ്പോൾ ആ എല്ല് സൂപ്പ് ഒരു 2 ആഴ്ചയിലൊരിക്കൽ കഴിക്കാൻ പറ്റുന്നവരാണെങ്കിൽ കഴിക്കുക. ചിക്കൻ്റെ സൂപ്പാണെങ്കിൽ അങ്ങനെ കഴിക്കുക. അത് ഇഷ്ടമുള്ള ഏതെങ്കിലും സൂപ്പ് നോൺ വെജ് കഴിക്കുന്നവർ അത് കഴിക്കുന്നത് നല്ല രീതിയിൽ കൊളാജൻ ഇമ്പ്രൂവ് ആകും. പിന്നെ മീനിൽ നല്ല മുള്ളെല്ലാം ചവച്ചരച്ച് നമ്മൾ കഴിക്കത്തില്ലേ, എല്ലും, അതായത് മീനിൻ്റെ മുള്ളും തലയും, പണ്ടുള്ളവരൊക്കെ മുള്ളും തലയും പ്രത്യേകിച്ച് വേവിച്ച് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ളവരിൽ നല്ല രീതിയിൽ കൊളാജൻ ഉണ്ട്. പിന്നെ മുട്ട കഴിക്കുന്നവരിലുണ്ട്. മുട്ട കഴിക്കണം. മുട്ടയിൽ ബയോട്ടിനും ഉണ്ട്. നമുക്ക് വേണ്ടതെല്ലാം മുട്ടയിൽ പ്രോട്ടീൻ ഇഷ്ടം പോലെയാണ്. അപ്പം മുട്ട നല്ലതാണ്. അപ്പം നോൺ വെജിൽ അതാണ് പോണത്. ഇനി ഇലക്കറികളിലാണെങ്കിൽ പോലും എല്ലാ ഇലക്കറികളും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ വെജിറ്റബിൾസിലാണെങ്കിൽ ബ്രോക്കോളിയിൽ, ടൊമാറ്റോ വളരെ നല്ലതാണ്. ഒരുപാട് പേര് ടൊമാറ്റോ കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതിലൊക്കെ എന്തോ സ്റ്റോൺ വരുമെന്ന് പറയുന്നത് ഞാൻ പലരോടും ചോദിച്ചപ്പോഴും പറയും, ടൊമാറ്റോ ഒരുപാട് കഴിച്ചാൽ സ്റ്റോൺ വരുമെന്ന്. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ എൻ്റെ ചെറുപ്പകാലം തൊട്ട് ടൊമാറ്റോ കഴിക്കാത്ത ഒരൊറ്റ ദിവസമില്ല. എനിക്ക് ടൊമാറ്റോ എന്ന് പറഞ്ഞാൽ ചിലർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങളുണ്ടല്ലോ, അതുപോലെയാണ് എനിക്ക് ടൊമാറ്റോ എന്നും ഞാൻ കഴിക്കുന്ന വ്യക്തിയാണ്. അപ്പം ടൊമാറ്റോ നല്ലതാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. പിന്നെ ബ്രോക്കോളിയിലും വളരെ നല്ലതായിട്ടുണ്ട്. ബ്രോക്കോളി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പറ്റുകയാണെങ്കിൽ അത് വാങ്ങിച്ച് കഴിക്കുക. വെണ്ടയ്ക്കയിൽ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളിലൊക്കെ ഒരുപാടുണ്ട്. പിന്നെ പച്ചക്കറികൾ മിക്കതിലും നല്ലതാണ്. ബീൻസ് അങ്ങനെയൊക്കെ ഉള്ളതിൽ എല്ലാം ഉണ്ട്. പിന്നെ അല്ലാതെ ഫ്രൂട്ട്സിലാണെങ്കിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സുകൾ വളരെ നല്ലതാണ്. ബെറീസ്, അതായത് സിട്രസ് ഫ്രൂട്ട്സുകൾ, ഇച്ചിരി പുളിപ്പുള്ള ഫ്രൂട്ട്സുകൾ, അതാണ് സിട്രസ് ഫ്രൂട്ട്സുകൾ. വൈറ്റമിൻ സി അടങ്ങിയ ബെറീസ്, ഓറഞ്ച്, നെല്ലിക്ക, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ഇഷ്ടംപോലെ കൊളാജൻ നമുക്ക് അത് നമ്മുടെ കൊളാജൻ ഉണ്ടാവാൻ സഹായിക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം കഴിക്കുമ്പോഴും നമ്മൾ ചിന്തിച്ചോളണം, നമ്മുടെ ആരോഗ്യത്തിന് ഇത് പറ്റുമോ എന്നും കൂടെ ചിന്തിച്ചോളണം. ചിലപ്പോൾ ചിലർക്ക് ചില സാധനങ്ങൾക്ക് അലർജി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അത് കഴിക്കാതെ ബാക്കിയെല്ലാം കഴിക്കുക. ഡ്രൈ ഫ്രൂട്ട്സുകളിലാണെങ്കിൽ കാഷ്യൂ നട്ട്സിൽ ഇഷ്ടം പോലെ അത് നല്ലതാണ്. ആൽമണ്ട്സ് നല്ലതാണ്. സീഡ്സിലാണെങ്കിൽ ചിയ സീഡ്സ്, ഫ്ലാക്സ് സീഡ്സ്, ഇത് രണ്ടും വളരെ ബെസ്റ്റാണ്. ചിയ സീഡ്സ് കഴിക്കുമ്പോൾ തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേണം പിറ്റേന്ന് ഉപയോഗിക്കാൻ, അല്ലാതെ ഉടനെ ഉപയോഗിക്കരുത്. അത് വയറിന് പിടിക്കാതെ വരും. ഫ്ലാക്സ് സീഡ് കണ്ടിട്ടുണ്ടോ? ഫ്ലാക്സ് സീഡ് നമ്മുടെ തലയിൽ കണ്ടീഷണറായിട്ട് വരെ നമ്മൾ ഉപയോഗിക്കാം. കാരണം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിയുമ്പോൾ അതിൽ ബിളുബിള ജെല്ലി ടൈപ്പായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു സാധനം വരില്ലേ, അതാണ് ഈ കൊളാജൻ എന്ന് പറയുന്നത്. ഈ കൊളാജൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഇതാണ്, ഒരു ജെല്ലി ടൈപ്പ് ഇതുപോലത്തെ ഇരിക്കുന്നതാണ്. അപ്പം അതുണ്ടെങ്കിലാണ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല തുടുത്തൊക്കെ ഇരിക്കുന്നത്. ഓക്കെ, അപ്പം അങ്ങനെ അത് ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഇനി കൊളാജൻ ടാബ്ലറ്റ്സ് എടുക്കുന്നതെന്ന് വെച്ചോ, കൊളാജൻ ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് ആവശ്യം. ഇപ്പം സോഷ്യൽ മീഡിയയിലും ഓൺലൈനിലും ഒക്കെ നോക്കിയാൽ ഫുൾ കൊളാജൻ ടാബ്ലറ്റ്സിൻ്റെ പരസ്യങ്ങളും കൊളാജൻ കഴിക്കുന്നതുമാണ് കാണാനുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾ കഴിക്കണമെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനോട് ചോദിച്ചിട്ട് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷനോട് കൂടി വാങ്ങി കഴിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് നിങ്ങളുടെ ബോഡിക്ക് അത് എത്ര വേണമെന്നും അതെങ്ങനെ കഴിക്കണമെന്നൊക്കെ ഉള്ളത് ആ ഡോക്ടറാണ് പറയുന്നത്, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച്. പിന്നെ ഇത് കഴിച്ചുകൂടാത്ത ആൾക്കാരുണ്ട്, കൊളാജൻ ടാബ്ലറ്റ്സ് കഴിച്ചുകൂടാത്ത, ഈ സ്റ്റോണിൻ്റെ പ്രശ്നമുള്ളവർ, അലർജി പ്രശ്നമുള്ളവരൊന്നും ഈ കൊളാജൻ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളുടെ ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അവരുടെ ഉപദേശപ്രകാരം നിങ്ങൾ ചെയ്യുക. പിന്നെ കൊളാജൻ ടാബ്ലറ്റ്സ് വാങ്ങിക്കുമ്പോൾ തന്നെ ഓരോ ഏജുകാർ പല മാതിരിയുണ്ട്. കൊളാജൻ ടൈപ്പ് 1 ഉണ്ട്, ടൈപ്പ് 2 ഉണ്ട്, ടൈപ്പ് 3 ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് മറൈൻ കൊളാജൻ ഉണ്ട്. ഇങ്ങനെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഞാൻ കണ്ടുവരുന്നുണ്ട്. ഞാൻ കൊളാജൻ ടാബ്ലറ്റ് എടുക്കാറുണ്ട്. ഞാൻ തന്നെ എനിക്ക് മുട്ടുവേദനയൊക്കെ വന്ന സമയത്തും എൻ്റെ സ്കിന്ന് കുറച്ചൊക്കെ ഒന്ന് ലൂസാവുന്നു എന്ന് എനിക്ക് തോന്നിയപ്പോഴും ഞാൻ എൻ്റെ ഫാമിലിയിലുള്ള ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് ഞാൻ തന്നെ കൊളാജൻ കണ്ടുപിടിച്ചെന്നല്ല,
ഞാൻ തന്നെ ഈ കൊളാജൻ ഓൺലൈനിൽ കൂടെ കണ്ടുപിടിച്ചത്. പക്ഷെ എന്നിട്ട് ഞാൻ ചോദിച്ചു ഡോക്ടറിനോട്, ഈ കൊളാജൻ ആണോ എനിക്ക് വേണ്ടിയിട്ടുള്ളതെന്ന്, കാരണം എൻ്റെ ഏജിലെ എൻ്റെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ളതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇതല്ല, വേറെ ഒന്നാണെന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഞാൻ അതാണ് എടുക്കുന്നത്. അതെടുക്കുമ്പോൾ എനിക്ക് മുട്ടുവേദന കാലുവേദനയൊക്കെ അങ്ങ് മാറി കിട്ടിയായിരുന്നു. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഓരോ പ്രായക്കാർക്കും ഓരോ മാതിരിയുണ്ട്. അപ്പം അതനുസരിച്ച് വേണം നിങ്ങൾ കഴിക്കാനായിട്ട്. അപ്പം ഞാൻ എടുക്കുന്ന കൊളാജൻ എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 and 3 ആണ്. ടൈപ്പ് 1 and 3 എന്ന് പറഞ്ഞിട്ട് പെപ്റ്റാൻ ആൻഡ് വൈറ്റമിൻ സി. അപ്പം ഇതിൽ തന്നെ വൈറ്റമിൻ സിയും ഉണ്ട്. പെപ്റ്റാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വൈറ്റമിൻ ആണോ അതെന്താണെന്ന് എനിക്കറിയില്ല, അങ്ങനെയുള്ളതാണ്. സയൻസ് ബേസ്ഡ് ന്യൂട്രീഷൻ ഡോക്ടേഴ്സ് ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. ഡയറ്ററി സപ്ലിമെൻ്റ് ആണ്. ഇതങ്ങനെ ഇത് ഹൈഡ്രലൈസ്ഡ് കൊളാജൻ. ഇനി നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഹൈഡ്രലൈസ്ഡ് കൊളാജൻ എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കി വേണം വാങ്ങാനായിട്ട്, അല്ലാതെ നിങ്ങൾ വാങ്ങരുത്. അപ്പം ഞാൻ ഇത് അവർ പറഞ്ഞിരിക്കുന്ന 3 ടാബ്ലറ്റ് കഴിക്കാനാണ്. ഞാൻ പക്ഷേ അതിൽ 1 കഴിക്കാറുള്ളൂ. 1 കഴിക്കുന്ന വെച്ചാൽ എനിക്ക് കൂടുതൽ സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കാനും പേടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് 1 എടുക്കാറുള്ളൂ. ഈ കൊളാജനാണ് ഞാൻ എടുക്കുന്നത്. കൊളാജൻ ഡോക്ടേഴ്സ് ബെസ്റ്റിൻ്റെ കൊളാജിൻ ടൈപ്പ് 1 and 3 പെപ്റ്റാൻ ആൻഡ് വൈറ്റമിൻ സി എന്നാണ് ഇരിക്കുന്നത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് തന്നെ വാങ്ങിയതാണ്. പക്ഷേ ഇതെടുത്തത് കൊണ്ട് എനിക്ക് വലിയ ദോഷമൊന്നും സംഭവിച്ചില്ല. ഇനി ഞാൻ കഴിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതെല്ലാവരും ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു 20 ദിവസം ഇതെടുത്തെന്ന് വെച്ചോ, പിന്നെ ഒരു 10 ദിവസം ഞാൻ എടുക്കത്തില്ല. കാരണം എന്താ വെച്ചാൽ എനിക്കതൊരു പേടിയാണ്. എനിക്ക് കണ്ടിന്യൂസ് ഇങ്ങനെ വല്ല സപ്ലിമെൻറ്റ്സോ മരുന്നുകൾ, പ്രത്യേകിച്ച് ഞാൻ ഒരു അസുഖത്തിനും ഒരു മരുന്നും അങ്ങനെ അധികം ഉപയോഗിക്കാറില്ല. അസുഖം വരാതെ എങ്ങനെയെങ്കിലുമൊക്കെ കൊണ്ടുപോകും. പക്ഷേ വന്നാൽ ഞാൻ എത്ര അത്യാവശ്യമാണെന്ന് പറഞ്ഞാലേ ഞാൻ കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ കഴിക്കാറില്ല. പിന്നെ ഇതായാൽ പോലും ഇത് ഞാനൊരു 10 ദിവസം ഒരു 20 ദിവസം എടുക്കുകയാണെങ്കിൽ ഒരു 10-15 ദിവസം പിന്നെ ഞാൻ എടുക്കാറില്ല. കണ്ടിന്യൂസ് ഒരു സപ്ലിമെൻറ്റ്. ഞാൻ വൈറ്റമിൻ ഇയും കഴിക്കാറുണ്ട്, കാൽസ്യവും കഴിക്കുക ഇടയ്ക്ക്. കാൽസ്യം പ്ലസ് വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ് ഷെൽക്കാലിൻ്റെ ഒക്കെ ടാബ്ലറ്റ് ഉണ്ടല്ലോ, അതെല്ലാം ഞാൻ കഴിക്കാറുണ്ട്. പക്ഷെ അത് എന്ത് കഴിച്ചാലും എൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരു 15 ദിവസം കഴിക്കും, പിന്നെ ഒരു 10 ദിവസം കഴിക്കില്ല. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അപ്പം അത് എത്രത്തോളം ശരി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എനിക്ക് എൻ്റെ ഉള്ളിലൊരു പേടി വരികയോ, ഇങ്ങനെ കണ്ടിന്യൂസ് കഴിക്കുകയല്ലേ ഇനി എന്തെങ്കിലും വന്നു പോവോ, അല്ലെങ്കിൽ ഇനി വല്ല കാൽസ്യം ഡിപ്പോസിറ്റ് വല്ലതും ബോഡിയിലുണ്ടാവോ, കാൽസ്യം കൂടുതൽ തിന്നുമ്പോൾ ഇങ്ങനെ ഉള്ള ഒരു വറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കാറില്ല. അപ്പം നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയാണെങ്കിൽ, വാങ്ങിച്ച് കഴിക്കണേ, നിങ്ങൾ ഡോക്ടേഴ്സിൻ്റെ അനുവാദത്തോടു കൂടി മാത്രം കഴിക്കുക. കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല, കൊളാജൻ നല്ലത് തന്നെയാണ്. പക്ഷെ ഒരു ഡോക്ടറുടെ അടുത്ത് പോയിട്ട് അതിന് വേണ്ടിയിട്ടുള്ളതെല്ലാം കഴിക്കുക. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ ഇപ്പം നമുക്കൊരു ഏജൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ചുളിയാതിരിക്കാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് വൈറ്റമിൻ ഇ, വൈറ്റമിൻ സി, അല്ലെങ്കിൽ റെറ്റിനോളൊക്കെ അടങ്ങിയ പ്രോഡക്ട്സുകൾ, അതായത് മോയ്സ്ചറൈസറോ സൺസ്ക്രീനോ ഒക്കെ യൂസ് ചെയ്യുക. സൺസ്ക്രീൻ മസ്റ്റാണ് കേട്ടോ. ഇനി ഏത് പ്രായക്കാർക്കായാലും സൺസ്ക്രീൻ മസ്റ്റാണ്. ഇപ്പം പല ഇതിലുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, സൺസ്ക്രീൻ ഇട്ടത് കൊണ്ടാണ് വൈറ്റമിൻ ഡി സൂര്യനിൽ നിന്ന് കുറഞ്ഞ് നമുക്ക് ഒരുപാട് പേർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കിട്ടുന്നതെന്നൊക്കെ എഴുതുന്നുണ്ട്. അതിനോടൊന്നും എനിക്ക് യാതൊരു യോജിപ്പുമില്ല. കാരണം മുഖം വഴി മാത്രമല്ലല്ലോ നമുക്ക് സൂര്യപ്രകാശം കിട്ടണമെങ്കിൽ നമ്മളെ കയ്യിലും കാലിലും ഒന്നും ഇടാറില്ലല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ദേഹത്ത് ഇടാറില്ലല്ലോ, കഴുത്തിലും ഒക്കെ ചിലരേ ഇടാറുള്ളൂ. ഇനി എങ്ങനെ വേണം സൂര്യപ്രകാശം കിട്ടാമല്ലോ. അപ്പം അങ്ങനെ അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഇത് സൺസ്ക്രീൻ മസ്റ്റാണ്. നമ്മൾ വെളിയിൽ പോകുമ്പോഴായാലും, വെളിയിൽ പോണതിന് ഒരു 20 മിനിറ്റിന് മുമ്പേ നല്ലൊരു സൺസ്ക്രീൻ ഇട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ് വെളിയിൽ പോകുക. വീട്ടിൻ്റെ അകത്ത് ഇരുന്നാലും ഇടുക. വീട്ടിൻ്റെ അകത്ത് ഇരിക്കുന്നവരൊരു 30 SPF 30 ഇട്ടാൽ മതി. വെളിയിൽ പോകുന്നവരാണെങ്കിൽ ഒരു SPF 50. നിങ്ങൾ ഇപ്പം ഒട്ടും വൈറ്റ് കാസ്റ്റ് ഒന്നും വരാത്ത നല്ല സൺസ്ക്രീൻ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെയുള്ളതെല്ലാം വാങ്ങിയിടുക. നല്ല ഫുഡുകൾ കഴിക്കുക. പിന്നെ വേറൊരു കാര്യം, അത്യാവശ്യം ഈ സ്ട്രെസ്സ്, ടെൻഷൻ, ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും എല്ലാവർക്കും ഉണ്ട്, എനിക്കും ഉണ്ട്, ആവശ്യത്തിലേറെ ഉണ്ട്. പക്ഷേ നമ്മളത് ഓർത്താലും നമ്മളത് കൊണ്ട് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യം കംപ്ലീറ്റ് പോവും. നമ്മൾ അങ്ങനെ കൊണ്ട് നടക്കുന്നത്, നമ്മൾ അതിൽ നിന്ന് ഡൈവേർട്ടായി പോകുന്നത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് മാറ്റുക. ചിലർക്ക് ഇഷ്ടം പ്രാർത്ഥനയായിരിക്കും. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കാമല്ലോ, ഈശ്വര ഭജനം. അല്ലെങ്കിൽ ചിലർക്ക് ഇഷ്ടം മെഡിറ്റേഷൻ ആയിരിക്കും, ചിലർക്ക് ഇഷ്ടം യോഗയായിരിക്കും, ചിലർക്ക് പാട്ട് കേൾക്കാൻ, വായിക്കാൻ, എഴുതാൻ, ഫിലിംസ് കാണാൻ, അങ്ങനെയൊക്കെയുള്ളവർ ഏതാണോ അവർക്ക് ഇഷ്ടം അതിലോട്ട് ഡൈവേർട്ട് ആകുക. അത് ഏറ്റവും നല്ലൊരു മാർഗമാണ്. പിന്നെ ചിലർക്ക് ഇഷ്ടം ഒരുപാട് പേരുടെ സംസാരിക്കുന്നതായിരിക്കും. അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ചിലർക്ക് ഇഷ്ടം നമ്മുടെ കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ കേൾക്കാനുണ്ട്, അങ്ങനെയുള്ള കൂട്ടുകാരെ കണ്ടുപിടിക്കുക. ചുറ്റുപാടുള്ള അയൽക്കാരുമായിട്ട് നല്ലൊരു ബന്ധം വെക്കുക. അതൊരു ചിലപ്പോൾ 15 മിനിറ്റ് ആയിരിക്കും. ആ 15 മിനിറ്റ്
നമുക്ക് വളരെ റിലാക്സേഷൻ ആയിരിക്കും തരുന്നത് കുറച്ച് സംസാരിക്കുമ്പോഴും. അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുകയും നമ്മുടെ കാര്യം അവർ കേൾക്കുകയും നമുക്കൊരു കുറച്ച് സന്തോഷമായിട്ട് ചിരിക്കാനും ഒക്കെ പറ്റുന്നത് ആ ഒരു 15 മിനിറ്റ് ആയാലും ആ 15 മിനിറ്റ് ക്വാളിറ്റി ടൈം ആക്കി മാറ്റുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. നമുക്ക് എന്താണോ ഇഷ്ടം, ചിലർക്ക് പാചകമായിരിക്കും ഇഷ്ടം, അങ്ങനെയുള്ളൊരു പാചകം ചെയ്യുക. ചിലർക്ക് ഇഷ്ടം വീഡിയോസ് എടുക്കാനായിരിക്കും, അങ്ങനെയാണെങ്കിൽ വീഡിയോസ് എടുക്കുക. ചിലർക്ക് ഇഷ്ടം കൊച്ചുമക്കളോട് ഇരുന്ന് കളിക്കാനായിരിക്കുക, അങ്ങനെയുള്ളവർ അങ്ങനെ ചെയ്യുക. നടക്കുക, എക്സസൈസ് ചെയ്യുക, മസിൽ ട്രെയിനിങ് എക്സസൈസ് കൊടുക്കുക. അപ്പോൾ മസിൽ ട്രെയിനിങ് എക്സസൈസ് നമ്മുടെ സ്കിന്നിലൊക്കെ ചുളിവ് വരുമ്പോൾ നമ്മൾ മസിൽ ട്രെയിനിങ് എക്സസൈസ് കൊടുക്കുമ്പോൾ മസിൽസ് വരുമ്പം ഈ ചുളിവുകൾ അങ്ങ് നികരും. ഈ ചുളിവുകൾ നികന്നിട്ട് നമ്മുടെ സ്കിന്നിനൊക്കെ ഒരു തുടുപ്പ് വരും. അപ്പോൾ അങ്ങനെയുള്ള എക്സസൈസ് കൊടുക്കുക. നടക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നടക്കുമ്പോൾ നമ്മുടെ കാല് പെട്ടെന്നൊന്നും ചുളിയാത്തത് എന്തുകൊണ്ട്? നമ്മുടെ കാലിൻ്റെ മസിൽസിൻ്റെ ഭാഗത്തൊന്നും ചുളിവ് വരാത്ത അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ നടക്കുന്നതുകൊണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ കൈക്കൊന്നും നമുക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ ഫേഷ്യൽ എക്സസൈസ് ചെയ്യുക, ചെറിയൊരു മസാജ് കൊടുക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറേ ചുളിവുകളെല്ലാം അങ്ങ് ഒരുപാട് വിസിബിളായിട്ട് കാണിക്കില്ല. അപ്പോൾ അതെല്ലാം ശ്രദ്ധിക്കുക. എല്ലാത്തിലും ഉപരി നിറച്ച് വെള്ളം കുടിക്കുക. നമ്മുടെ ദേഹം ഹൈഡ്രേറ്റ് ചെയ്തിരുന്നാൽ മാത്രമേ, നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ ഹൈഡ്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ സ്കിൻ നല്ല തൊടുത്തിരിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ഒരു സാധനം തന്നെ, ഒരു സ്പോഞ്ച് തന്നെ എടുത്തോ, സ്പോഞ്ചിൽ വെള്ളം ഒഴിക്കുമ്പം, ഉണങ്ങിയ ഒരു സ്പോഞ്ചിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് നല്ല തുടുത്തിങ്ങനെ വരില്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയും. നമ്മുടെ ബോഡിക്കകത്ത് വേണ്ട വെള്ളം ചെല്ലുമ്പോൾ നമ്മുടെ ബോഡി നല്ല തുടുത്തി ഇരിക്കും. എപ്പോഴും നല്ല വാട്ടർ കണ്ടന്റ്, കാരണം 70% വെള്ളമാണ്. ഇത് നമ്മൾ കൊടുത്തോണ്ടിരിക്കുക. ഇത് വെച്ചാൽ ഫുൾ ടൈം വെള്ളം കുടിക്കണമെന്നല്ല പറയണം, ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക. അപ്പം പിന്നെ ഫ്രൂട്ട്സുകളിൽ വൈറ്റമിൻ സി അടങ്ങിയ ഫ്രൂട്ട്സ് ഒക്കെ തിന്നാൻ ശ്രമിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഒത്തിരി വിലയുള്ള കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ചെറിയ പൈസയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിലുള്ള നോക്കിയും കണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ആരോഗ്യത്തിന് നല്ലത്. പിന്നെ ഇല്ല, നിങ്ങൾക്ക് പറ്റുന്നില്ല എങ്കിൽ സപ്ലിമെന്റ്സ് എടുക്കുന്നതിനും കുഴപ്പമില്ല. സപ്ലിമെന്റ്സ് എടുക്കുമ്പോൾ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി എത്ര വയസ്സ് തൊട്ടെടുക്കാം എന്നുള്ളതിനെ കുറിച്ചൊരു ചോദ്യമുണ്ട്. അത് ഒരു 35 വയസ്സ് 30-35 വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അതിനൊരു ക്വാണ്ടിറ്റി ഉണ്ട്. ഒരു 40-50 വയസ്സൊക്കെ ആകുമ്പോൾ അതിന് വേറൊരു ക്വാണ്ടിറ്റിയാണ് എത്ര കഴിക്കണമെന്നുള്ളത്. അതുകൊണ്ടാണ് ഡോക്ടറോട് ചോദിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ആരോഗ്യവതികളായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സുന്ദരികളായിട്ടിരിക്കുക. ഓക്കെ, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, ലവ് യു ഓൾ. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാമേ.